പോകുന്നത് ഇതേപോലെ നമ്മളെ മിനിയേച്ചർ ബസ്സുകളിലെല്ലാം ഫ്രണ്ട് ഗ്ലാസ് അതുപോലെ ഇങ്ങനെ നമ്മൾ ഒറിജിനൽ വണ്ടി പോലെ ഇങ്ങനെ കർവ് ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് എങ്ങനെ ഒട്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഒറിജിനൽ ആ ഒരു ബസ്സിൽ കാണുന്ന പോലെ അവർ കർവ് ചെയ്തിട്ട് ആ രണ്ട് സൈഡിലേക്ക് എത്തുമ്പോൾ അവർ കർവ് ചെയ്തിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. അതുപോലെ എങ്ങനെ നല്ല നീറ്റായിട്ട് ഒട്ടിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറി ഇടുന്ന ടൈമിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുന്നത്തെ വണ്ടിയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി ചെയ്യുമ്പം ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട്, അതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഗ്ലാസിൻ്റെ ഏരിയയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ് നമ്മൾ ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് OHP ഷീറ്റാണ്. നമ്മൾ കുറച്ച് കട്ടി, അതായത് തിക്നെസ് കുറച്ച് കൂടിയ ടൈപ്പ് OHP ഷീറ്റാണ്. ഈ വണ്ടി 10 സെൻറ്റിമീറ്റർ വിടുത്തുള്ള വണ്ടിയാണ്, 9.5 ആ ഒരു വിടുത്തുള്ള വണ്ടിയാണ്. അതുകൊണ്ടാണ് OHP ഷീറ്റ് തിക്നെസ് കുറച്ച് കൂടിയതെടുത്തത്. അതുപോലെ തന്നെ അതിന് ശേഷം നമുക്ക് ഫോം ഷീറ്റിൻ്റെ പീസ് ഇതേപോലെ ചെറിയൊരു സ്ട്രിപ്പായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തെടുത്ത് ഈ ഒരു ഫോം ഷീറ്റിൻ്റെ പീസ് നമുക്ക് ഈ ഗ്ലാസ് വരുന്ന ഒരു സ്ഥലത്ത് മുഴുവനായിട്ടും ഒട്ടിച്ചു കൊടുക്കുക. എല്ലാ സൈഡും 4 സൈഡിലും നമുക്ക് ഈ ഒരു ബീഡിങ് പോലെ ഒന്ന് ഇത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഗ്ലാസ് ഒട്ടിക്കേണ്ട ഭാഗത്തെല്ലാം നമ്മൾ ഈ ഒരു ഫോം ഷീറ്റിൻ്റെ ഈ ഒരു സ്ട്രിപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാ 4 ഭാഗത്ത് 2 സൈഡിലും മേലെയും താഴെയും ഈ ഒരു ഫോം ഷീറ്റിൻ്റെ സ്ട്രിപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കണം. ബ്ലാക്ക് ഫാബ്രിക് പെയിൻറ്റ് നമുക്ക് ഇതിലേക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ അക്രിലിക് കളർ ഫാബ്രിക് പെയിൻറ്റിൻ്റെ ആ ഒരു ബോട്ടിൽ 25 രൂപേൻ്റെ ആ ഒരു പെയിൻറ്റാണ് ഇതിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് അടിച്ചിട്ടുള്ളത്. ബ്ലാക്ക് അടിക്കുന്നത് വെച്ചാൽ നമ്മൾ ഗ്ലാസ് ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ്. എന്നാലും നമുക്ക് ഗ്ലാസ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റിക്കറോ മറ്റോ ഒട്ടിച്ചു കൊടുത്താൽ അടിപൊളിയാവും. ആ ഒരു ബീഡിങ് വരുന്ന ഭാഗത്ത് സ്റ്റിക്കറോ മറ്റോ ഒട്ടിച്ചു കൊടുത്താൽ ആ ഒരു ഗ്ലൂവിൻ്റെ ഇതൊക്കെ മാറിക്കിട്ടും. അതെന്തായാലും ഇപ്പം ഞാൻ കാണിക്കുന്നില്ല, നമ്മൾ ഫുൾ വർക്കൊക്കെ കഴിഞ്ഞിട്ടാകുമ്പം അത് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഗ്ലാസ് ഫിറ്റിംഗ് ആണ്. അത് നമ്മൾ OHP ഷീറ്റ് എടുത്തിട്ടുണ്ട്. OHP ഷീറ്റ് കുറച്ച് തിക്നെസ് കൂടിയതാണ്, തിക്നെസ് നന്നായി കുറഞ്ഞ ആ ഒരു ടൈപ്പല്ല. ഫാൻസി ഷോപ്പുകളിലൊക്കെ ഈ ഒരു ഷീറ്റ് അവൈലബിൾ ആണ്. 5 രൂപയാണ് ഒരു A4 സൈസ് ഒരു ഷീറ്റിൻ്റെ വില. ഗ്ലാസ് ഷീറ്റ് അല്ല OHP ഷീറ്റ് 2 പേരുണ്ട്, ചോദിച്ചാൽ മതി. ഫാൻസി ബുക്ക് സ്റ്റാളിലൊക്കെ കിട്ടും. അപ്പോൾ നമുക്കിതൊന്നും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാർക്കർ ഉപയോഗിച്ചിട്ട് മുഴുവനായിട്ട് ഇതൊന്ന് വരച്ചെടുക്കണം. അപ്പോൾ പെർമനൻറ്റ് മാർക്കറൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒരു മായ്ച്ചാൽ പോകുന്ന ടൈപ്പ് മാർക്കർ ഉപയോഗിച്ച് നമുക്കൊന്ന് കറക്റ്റ് സൈസിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു വളച്ചൊട്ടിക്കേണ്ടതാണ്. അപ്പം അതിനനുസരിച്ച് കുറച്ച് അധികം കട്ട് ചെയ്തിടണം. ആ ഒരു കർവ് വരുന്നതുകൊണ്ട് കറക്റ്റ് സൈസ് കട്ട് ചെയ്തതിനെക്കാട്ടി നല്ലത് കുറച്ചധികം കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ബാക്കി വരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പം നമ്മൾ ഫെവി ബോണ്ടാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ഒരു പാക്കറ്റിന് 20 രൂപയാണ് വില. ഇത് നമ്മളെ ഫാൻസി അതുപോലെ തന്നെ ഷോപ്പുകളിലൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു ഗ്ലൂ വെച്ചിട്ടാണ് എല്ലാ ഗ്ലാസും ഫിറ്റ് ചെയ്യുന്നത്. ഈ ഒരു ബോക്സിന് നേരത്തെ പറഞ്ഞ പോലെ 20 രൂപയാണ്. ഇത് അത്യാവശ്യം എത്തും. നമുക്ക് ഈ ഒരു 2-3 വണ്ടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇത് വാങ്ങിക്കഴിഞ്ഞാൽ എത്തും. അപ്പോൾ ഒരു കാരണവശാലും ഫ്ലസ് കിക്ക്, നമ്മൾ ഈ ഒരു ബോഡി ഫോം ഷീറ്റൊക്കെ ഒട്ടിക്കുന്ന ഈ ഒരു ഫ്ലസ് കിക്ക് ഗ്ലാസ് ഫിറ്റിംഗ് ടൈമിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അത് ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ നല്ല ഇതാണെങ്കിലും പിന്നീട് ആ ഒരു ഗ്ലാസ്സിൽ വൈറ്റ് കളറൊക്കെ വന്ന് ഗ്ലാസ് നമ്മൾ ഒരു വൃത്തിയില്ലാതെ ആയിപ്പോവും. അപ്പം നമ്മൾ ഈ ഒരു ഫെവി ബോണ്ട് മൂടി തുറന്നു കഴിഞ്ഞാൽ നമ്മളെ ടോപ്പ് അതിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പ് തുറന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. നമുക്ക് ഈ ഒരു ബീഡിങ്ങിൽ നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ച ആ ഒരു ബീഡിങ്ങിലാണ് ഗ്ലാസ് ഒട്ടിക്കുക. അപ്പോൾ ആ ഒരു ബീഡിങ് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം വീഡിയോ എടുക്കലും ഇതും നടക്കാത്തതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തത്, ഈ ഒട്ടിക്കുന്നതൊന്നും കാണിക്കാത്തത്.
ഇപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ഗ്ലാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബീഡിങ്ങും ഗ്ലാസും തമ്മിൽ ബീഡിങ് ഒട്ടിച്ചതും ആ ഒരു ഗ്ലാസ് ബോഡിയും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇതുപോലെ ഫുള്ള് വയറൊന്ന് ഒരു റബ്ബർ ബീഡിങ് പോലെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതേപോലെ കറക്റ്റ് ആ ഒരു കർവിങ്ങിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ ഒരു വയറും കൂടി ബീഡിങ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പുറത്ത് ഒരു ബീഡിങ് പോലെ വയറ് കൂടി ഒട്ടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇതേപോലെ കർവായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടില്ല. നമ്മൾ പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞതിന് ശേഷം ആ ഒരു നമ്മൾ ഗ്ലാസ് ഒട്ടിച്ച നമ്മൾ ആ ഫെവി ബോണ്ടിൻ്റെ അടയാളങ്ങളെല്ലാം കാണുന്നുണ്ട്. അതെല്ലാം ഒരു ബ്ലാക്ക് സ്റ്റിക്കർ വെച്ച് മറച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതൊക്കെ പെയിൻറ്റിങ് വർക്കിൻ്റെ ശേഷമായിരിക്കും ചെയ്യുന്നത്. പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ അടുത്ത് തന്നെ നമ്മൾ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ